തമിഴിനല്ല കേരളീയനാണ്, പണ്ടത് തിരുക്കൊച്ചിയാണ്, ചിറ്റൂരാണ്, പാലക്കാടാണ്. വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് നമ്മൾ. ഈ പടത്തില് 2-3 വിഷയങ്ങൾ ചേർക്കാമായിരുന്നു, ഈ പറ്റിയ ചേർക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് തമിഴ് പടമല്ല, ഇന്ത്യയിലെ ഒരു പാൻ ഇന്ത്യ പടമാണ്. നമ്മൾ പൊതുവെ കേരളീയ തമിഴ്നാട്ടിൽ ഒരു സ്ഥലം പറഞ്ഞാൽ തമിഴ്നാടൊക്കെ അങ്ങനെയാണ്, യു പി ഒക്കെ അങ്ങനെയാണ്, ബീഹാറൊക്കെ അങ്ങനെയാണ്, വളരെ ബാക്ക്വേർഡ് ഏരിയ ആണെന്ന് പറയും. പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തില് പക്ഷെ പല ഗ്രാമങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ റോഡില്ലാതെയും വഴിയില്ലാതെയും ആദിവാസി കോളനികൾ ഉള്ള സ്ഥലങ്ങളാണിത്. ചിറ്റൂർ എന്നാൽ നിങ്ങൾക്ക് അറിയും, പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞപ്പോ ഭൂഗർഭജലം ഇപ്പോഴും ഒരു ദിവസം 3000 ലിറ്റർ എടുക്കാൻ പാടുള്ള ഒരു നിയമമുണ്ട് ചിറ്റൂർ, പാലക്കാട് ജില്ലയിൽ 5 താലൂക്ക്. ഭൂഗർഭജലം ഊറ്റി എടുക്കാൻ പാടില്ല പറഞ്ഞ് ഹിറ്റ്ലറെ പോലും ബാൻ ചെയ്യാൻ കഴിയാത്ത കൊക്കക്കോള ബാൻ ചെയ്ത നാടാണ്. പക്ഷെ ഇപ്പോ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിനൊരു പ്രശ്നം പറഞ്ഞപ്പോ ആദിവാസികൾ ഇടപെട്ടു. പക്ഷെ ആദിവാസികൾ പ്രശ്നം പറയുമ്പോൾ അതിലൂടെ ആദിവാസികളുടെ പ്രശ്നമാണ്. യുനിസെഫ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മരിക്കാൻ പാടില്ല പ്രസവത്തിൽ എന്ന്. ഇപ്പോഴും അട്ടപ്പാടിയിൽ ഒരു വർഷം 25 കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. അത് നമുക്ക് നിത്യസംഭവമായി, കുട്ടികൾ മരിച്ചു എന്നുള്ളത്. അത് അട്ടപ്പാടി അങ്ങനെ തന്നെയാണ്. പിന്നെ പൊതുവെ എങ്ങനെ പറയും, ആ തമിഴ്നാട് അങ്ങനെ തന്നെയാണ്, ബാക്ക്വേർഡ് ഏരിയ അല്ലേ? അല്ല, ഇത് സബ്ടൈറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള 29 സംസ്ഥാനങ്ങളും പൊരുത്തപ്പെട്ട പടവുമാണ്. ഞാൻ സിനിമക്കാരനല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ PhD കഴിഞ്ഞു. ഇപ്പോഴും വയനാട് ഉൾപ്പെടെ ദുരന്തം നടക്കുന്ന ആ സമയങ്ങളിൽ റെസ്ക്യൂവിനും ഓടി നടക്കുന്ന ആളുകളാണ്. ഇതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതിനായി പറയുന്ന വെള്ളഗതി അവിടെ തന്നെ പോയിട്ടുണ്ട്. ഇതിനേക്കാളും ദയനീയ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ പറമ്പിക്കുളം ഉള്ളിലുള്ള 2 കോളനി, അല്ലിമൂപ്പൻ കോളനി, 30 ഏക്കർ കോളനിയിൽ ഇപ്പോഴും 100 കണക്കിന് ആളുകൾ റോഡില്ലാതെ, സ്വന്തം പഞ്ചായത്ത് മുതലമട ഗ്രാമപഞ്ചായത്താണ്, ഞങ്ങൾ പറമ്പിക്കുളം വന്നിട്ടാവും, 8 കിലോമീറ്ററിന്റെ റോഡ് ഇടാൻ കഴിയാതെ 160 വർഷത്തിൽ കൂടുതൽ പോരാട്ടങ്ങളാണ്. ഇപ്പോ 60 കിലോമീറ്റർ ചുറ്റിയാണ് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത്. തമിഴ്നാട് പോയിട്ട് ചുറ്റി വരണം. വിഷയം മഹാത്മാഗാന്ധി വാട്സപ്പും സോഷ്യൽ മീഡിയയും ചാനലുകളും ഒന്നില്ലാത്ത സമയത്താണ് അഹിംസ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യ ഫുൾ സ്പ്രെഡ് ചെയ്തു. ലോകം ഫുള്ളും എടുത്തോല്ലേ. മഹാത്മാഗാന്ധി ഫേസ്ബുക്കിലല്ല പറഞ്ഞത്, പ്രസ് മീറ്റല്ല വെച്ചത്. അഹിംസ പറഞ്ഞ വാക്കും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ ഫുള്ളും ലോകം ഫുള്ളും സ്പ്രെഡായി. മാർട്ടിൻ ലൂതർ കിംഗ്, നെൽസൺ മണ്ടേല ഉൾക്കൊണ്ടു. നമുക്കൊരു കടപ്പാടുണ്ട്. ഈ പടം തമിഴ് പടമല്ല, ഇതൊരു പാൻ ഇന്ത്യ പടമാണ്. ഈ പടം കഴിയുന്നത്രയ്ക്കും മാൻ ടു മാൻ അപ്ലൈ ചെയ്യുക. നിങ്ങളെല്ലാവരും ശക്തരായ മീഡിയക്കാരാണ്. കഴിയുന്നത്രയ്ക്കും ഈ പടം ജനകീയ പടമാണ്. ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ദയനോടുകൂടിയുള്ള അപേക്ഷയുണ്ട്. ഒരു തവണ കൂടി പറയാം, ഞാൻ സിനിമക്കാരനല്ല, പക്ഷെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. മുസ്തുതിയല്ല, ഉള്ളത് അങ്ങനെ പറയുകയാണ്. ആ പടത്തിൽ അഭിനയിച്ച അനിയനെങ്കിലും തെറ്റിദ്ധരിക്കില്ല, അനിയനെങ്കിലും കരയുന്നത് പോലെ അഭിനയിച്ചിട്ടുണ്ടാവും. എനിക്ക് 2 ചേച്ചി ഉള്ളത് കൊണ്ട് കരഞ്ഞു. കാരണം എത്ര തന്നെ ടെക്നോളജി വളർന്നാലും 1 ടംബ്ലർ വെള്ളവും 1 കിലോ അരിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. 5G 6G വന്നാലും. അതുപോലെ ജനനം മരണം നിയന്ത്രണത്തിലല്ല നമുക്ക്. എത്ര തന്നെ ടെക്നോളജി വളർന്നാലും നമ്മളെല്ലാവരും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ജനിച്ചത്. പക്ഷെ നമുക്കിപ്പെല്ലാം കണ്ടാലേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് നമ്മള് ഈ അമ്മയുടെ ചെറിയ വയറ്റിൽ നമ്മൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എന്താ ഞാൻ പറയുന്നു എന്ന് പോലും പറയുന്നുണ്ട് ഇപ്പൊ പലരും. ആ പ്രസവം എന്നുള്ള വിഷയം നോട്ട് ലീസ്റ്റ്. വേറെ ഹീറോയിക് സിനിമയാണെങ്കിൽ ഫസ്റ്റ് സീൻ ഈ കുട്ടി ജനിച്ചിട്ടുണ്ടാവും, അന്റെ കുളന്തതാണ് ഹീറോയെ എനിക്ക് പറയില്ല. നമ്മൾ പൊതുവെ പല കമേഴ്ഷ്യൽ ഫിലിമും ജനിക്കാതെ പോയ, പ്രസവത്തിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ഹീറോമാർക്ക്, ഭാവി സൂപ്പർ ഹീറോമാർക്ക് മരിച്ചുപോയ, പ്രസവത്തിൽ മരിച്ചുപോയ കുട്ടികൾക്ക് ഈ പടം സമർപ്പിക്കാം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ പ്രസവത്തിൽ മരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കേരളം, നമ്മുടെ പുരോഗമന കേരളം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലൂടെയാണ്. ഇപ്പോഴും ആദിവാസികളുടെ പ്രശ്നമല്ല, ആദിയിൽ വസിച്ചവൻ ആദിവാസി. ഇത്രയും ഒരു സാഹചര്യം ഈ പടത്തിൽ എന്റെ റോളും ഇല്ല, സിനിമക്കാരനല്ല. പക്ഷെ ലാൻഡ് സ്ലൈഡ് വന്നതില് ഡേറ്റാബേസും ഒരു ശാസ്ത്രീയമായ വശങ്ങളും ചോദിക്കാൻ വന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സുധാകരൻ, കോയമ്പത്തൂരിന്റെ BBC-യുടെ കറസ്പോണ്ടന്റ് ആണ്. അദ്ദേഹം വഴിക്കാൻ എനിക്ക് പരിചയപ്പെട്ടത്. നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയത്, പറമ്പിക്കുളത്തുള്ള ഇതേപോലെ സാമ്യമുള്ള, ഇടഗിരി പോലെ സാമ്യമുള്ള 25-ൽ കൂടുതൽ പറഞ്ഞത് കണക്കെടുത്താൽ നമ്മുടെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട വ്യക്തി KR ഗൗരി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മാത്രമാണ് ഈ ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ചത്. 140 MLA-മാരിൽ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തത്. 139 രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവർക്ക് റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ്. ഇത്രയും ടെക്നോളജി വളർന്നിട്ടും സഞ്ചരിക്കാൻ ഒരു റോഡ്, സഞ്ചാരയോഗ്യമല്ലെങ്കിലും ഒരു റോഡ് ഇല്ല എന്നുള്ളത് വേദനാജനകമായ സത്യമാണ്. ഇതൊരു സിനിമയും എന്നുള്ളത് കടന്ന് മുന്നോട്ട് പോകണം.
ഹൃദയപൂർവ്വം നന്ദി ഈ സാഹചര്യം കൊടുത്തതിന്. മൈലമ്മ കേട്ടിട്ടുണ്ടാവും. മൈലമ്മയുടെ മരുമകനും കൊക്കക്കോളയുടെ മുന്നണി പോരാളിയും ഇപ്പൊ പറമ്പിക്കുളം ആ ആദിവാസി കോളനിക്ക് 8 കിലോമീറ്റർ റോഡിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മാണിയപ്പൻ നീലിപ്പാറ. കാരണം ഈ പാടത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളും ഇങ്ങനെ ചെയ്യുന്നു. ആ കോളനിയിലുള്ള പലർക്കും സർക്കാർ ജോലി കിട്ടി, പക്ഷെ അവര് തന്നെ റോഡ് ഇടാൻ ശ്രമിച്ചു ആ കാട്ടിനുള്ളിൽ. അപ്പൊ എല്ലാവരും കൂടുതൽ കേസ് എടുത്തു. അതിൽ പോലീസും പലർക്കും ജോലി കിട്ടി, പക്ഷെ കേസുള്ളത് കൊണ്ട് ജോലി കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ സംഘടനകൾ ഇടപെട്ടു. ഇപ്പൊ കൃഷിഭവനിലൊക്കെ ജോലിക്ക് നമ്മുടെ പറമ്പിക്കുളത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കുറിച്ച് പറയും. ഇത്രയും ക്ഷമയോട് കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. Thank you so much, sir.